ഒറ്റ വെട്ടിന് റേഞ്ചർ സാഹിബിനെ 2 തുണ്ടമാക്കിയ ഈപ്പച്ചായൻ്റെ അപ്പനെ നമുക്കെല്ലാവർക്കും അറിയാം ലേലം സിനിമയിലൂടെ. എന്നാൽ അതേപോലെ ഒറ്റ വെട്ടിന് ഒരു കടുവയെ തന്നെ തീർത്ത ഒരു ഇന്ത്യക്കാരിയെക്കുറിച്ച് നമുക്ക് എത്ര പേർക്കറിയാം? അതെ, ഞാൻ പറയുന്നത് മിസോറാമിലെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ലാൽ സിതാംഗി എന്ന വനിതയെക്കുറിച്ചാണ്. സംഭവത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് പിന്നോട്ട് പോകണം. 1978 കാലഘട്ടം. മിസോറാമിലെ ബംഗ്ലാദേശിനടുത്തുള്ള അതിർത്തി ഗ്രാമമായ ബോർപുരി വില്ലേജ്. ഈ ബോർപുരി വില്ലേജിൽ താമസിക്കുകയായിരുന്നു നമ്മുടെ നായികയായിട്ടുള്ള ലാൽ സിതാംഗി എന്ന യുവതിയും അവരുടെ ഭർത്താവും ഒരു കുട്ടിയും. ഈ സംഭവം നടക്കുന്ന സമയത്ത് നമ്മുടെ ലാൽ സിതാംഗി 3 മാസം ഗർഭിണിയുമായിരുന്നു. ബംഗ്ലാദേശിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമായ ഈ ബോർപുരി വില്ലേജ് ഒരു പ്രത്യേകതരം ഭൂപ്രദേശമുള്ള സ്ഥലമാണ്. ഇതൊരു ചതുപ്പ് നിറഞ്ഞ വനപ്രദേശമാണ്. ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം ഈ വനത്തിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അതായത് പുരുഷന്മാർ അവിടുത്തെ തേനും മറ്റ് കായ്ഫലങ്ങളുമൊക്കെ ശേഖരിച്ചു കൊണ്ടുവരും. വനിതകളാണെങ്കിൽ കാട്ടിൽ പോയിട്ട് വിറക് ശേഖരിക്കും. വിറക് ശേഖരിച്ച് തന്താങ്ങളുടെ ആവശ്യത്തിനും മിച്ചം വരുന്നത് മറ്റുള്ളവർക്ക് വിൽക്കുകയാണ് അവർ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം ലാൽ സിതാംഗിയും അവരുടെ കൂട്ടുകാരും കൂടി ഈ വനത്തിലേക്ക് വിറക് ശേഖരിക്കുവാനായിട്ട് പോവുകയാണ്. ഈ വിറക് ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വലിയ കാര്യമായിട്ടുള്ള വന്യമൃഗശല്യങ്ങളൊന്നും ഇല്ലാത്ത തരം ഒരു കാടാണ്. ആകെ വരാറുള്ളത് കാട്ടുപന്നിയാണ്. കാട്ടുപന്നിയെ എങ്ങനെ നേരിടണമെന്ന് ലാൽ സിതാംഗിയെ പോലെയുള്ള വനിതകൾക്ക് നന്നായി അറിയാം. അവർ ഈ കോടാലി ഉപയോഗിച്ചാണ് അതിനെ വിരട്ടി ഓടിക്കാറ്. അപ്പോൾ ലാൽ സിതാംഗി ഇങ്ങനെ വിറക് ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മുൾപടർപ്പിനിടയിൽ എന്തോ ഒന്ന് അനങ്ങുന്ന പോലെ ലാൽ സിതാംഗിക്ക് തോന്നി. അപ്പോൾ എന്തായാലും അത് കാട്ടുപന്നിയായിരിക്കും എന്ന് കരുതി കയ്യിലുള്ള കോടാലി മുറുകെ പിടിച്ചുകൊണ്ട് ലാൽ സിതാംഗി തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഞെട്ടിക്കുന്ന ഭയാനകമായ കാഴ്ച. തന്നെ നോക്കി ഒരു കടുവ ചാടാനൊരുങ്ങി നിൽക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന കൂട്ടുകാരെ ഒന്നുറക്കെ വിളിക്കാൻ പോലും ആവാതെ സ്തബ്ധയായി ലാൽ സിതാംഗി അങ്ങനെ തന്നെ നിന്നു. നിമിഷങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് കടുവ ലാൽ സിതാംഗിയുടെ നേരെ കുതിച്ചു ചാടി. എന്ത് ചെയ്യണമെന്ന് ഒരു അക്ഷരാർത്ഥത്തിൽ അറിയാതെ സ്തബ്ധയായി നിൽക്കുന്ന ലാൽ സിതാംഗി തൻ്റെ സർവ്വശക്തിയും എടുത്ത് കോടാലി കൊണ്ട് കടുവയുടെ കൃത്യം നെറ്റിയിൽ ആഞ്ഞുവെട്ടി. ഒരേ ഒരു വെട്ട്. ദാ കിടക്കുന്നു കടുവ. ലാൽ സിതാംഗിയുടെ കാൽ ചുവട്ടിൽ കടുവ വീണ് ചത്തു. കടുവ വീണ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ലാൽ സിതാംഗിയുടെ കൂട്ടുകാരെല്ലാവരും കണ്ണുമിഴിച്ച് നിൽപ്പായിപ്പോയി. കാരണം ആഞ്ഞു പിടിച്ചേക്കുന്ന കോടാലിയുമായി ലാൽ സിതാംഗി നിൽക്കുന്നു. അവളുടെ പാദത്തിനടുത്തായി ഒരു ഭീകര കടുവ ചത്ത് മലർന്നു കിടക്കുന്നു. ലാൽ സിതാംഗിയുടെ ഈ ധൈര്യം അന്ന് നാട്ടിലാകെ പാട്ടായി. വിദേശത്ത് വരെ ഇതിൻ്റെ ഖ്യാതി പടർന്നു. അങ്ങനെ 1978 ഈ സംഭവത്തിനെ അനുസ്മരിച്ചുകൊണ്ട് 1980 ഭാരത സർക്കാർ ശൗര്യചക്രം നൽകി ലാൽ സിതാംഗിയെ അനുമോദിച്ചു. അന്ന് ശൗര്യചക്രം നൽകിക്കൊണ്ട് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡി പറഞ്ഞു, ഇന്ത്യയിലെ ധീര വനിതകളുടെ പേരാളിയാണ് ലാൽ സിതാംഗി എന്ന്. ശൗര്യചക്രം മേടിച്ച് തിരിച്ചെത്തുന്ന ലാൽ സിതാംഗിയുടെ വിദേശ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു കടുവ നിങ്ങളുടെ മേത്തേക്ക് ചാടി വീഴുന്നത് കണ്ട് സാധാരണ ആൾക്കാരെ പോലെ പതറി അനങ്ങാതെ നിൽക്കാതെ അതിനെ വെട്ടിക്കൊല്ലാൻ മാത്രം ധൈര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ ലാൽ സിതാംഗി പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ അപ്പോൾ ചിന്തിച്ചത് എൻ്റെ 2 വയസ്സുള്ള വീട്ടിലുള്ള കുട്ടിയും 3 മാസം മാത്രം പ്രായമായി എൻ്റെ വയറിലുള്ള കുട്ടിയെയും കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ഞാനില്ലാതായി കഴിഞ്ഞാൽ അവർക്കാര് എന്ന ചിന്ത മാത്രമാണ് വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ ആഞ്ഞു വീശുകയായിരുന്നു. ആ വെട്ടുകൊണ്ടത് കടുവയുടെ വേറെ ഏതെങ്കിലും ഭാഗത്തായിരുന്നെങ്കിൽ അതെന്നെ തീർക്കുമായിരുന്നു. ദൈവഭാഗ്യം ഒന്നു മാത്രം കൊണ്ട് അത് കൃത്യം അതിൻ്റെ നെറുകയിൽ കൊള്ളുകയും അത് മരിക്കുകയും ചെയ്തു. ഇതെൻ്റെ കഴിവല്ല, എൻ്റെ പ്രാർത്ഥനയുടെയും എൻ്റെ ദൈവങ്ങളുടെയും എൻ്റെ വീട്ടുകാരുടെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും രക്ഷയാണ്, അവരുടെ ഭാഗ്യമാണ് എന്ന് വളരെ എളിമയോടെ പറഞ്ഞ ലാൽ സിതാംഗി. ഈ ലാൽ സിതാംഗി അന്ന് വെട്ടിയിട്ട അല്ലെങ്കിൽ കൊന്നിട്ട ആ കടുവയെ ഇന്നും മിസോറാമിലെ സ്റ്റേറ്റ് മ്യൂസിയത്തിൽ ചെന്നാൽ നമുക്ക് കാണാം. അതിനെ മമ്മിഫൈ ചെയ്ത് അവർ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ
ഈ ലാൽ സിതാംഗിയുടെ മനോഹരമായ ചിത്രവും അതിൻ്റെ കഥകളുമൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് മിസോറാമിലെ സ്റ്റേറ്റ് മ്യൂസിയത്തിൽ. ഇന്നിവിടെ ഓർക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഹിന്ദുവിലൊരു വാർത്ത കണ്ടു. 72-കാരിയായ ലാൽ സിതാംഗി ക്യാൻസർ ബാധിതയായി മരിച്ചു എന്നുള്ള വിവരം. അപ്പോൾ ഇങ്ങനെയുള്ള ധീര വനിതകളും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ലേലത്തിലെ ഈപ്പച്ചായൻ്റെ അപ്പം മാത്രമല്ല, നമ്മുടെ ലാൽ സിതാംഗിമാരും നമ്മുടെ നാട്ടിൽ ഒറ്റ വെട്ടിന് പലതും സംഭവിപ്പിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.